സുമേഷ്, നമ്മളെ കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ചർച്ച ചെയ്യുമ്പോൾ, അതായത് CPM-ന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ണൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കാരണം CPM-ന്റെ ഈ നേതാക്കൾ മുഴുവൻ കണ്ണൂർ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കണ്ണൂർ എന്നുള്ളത്, പാർട്ടി സെക്രട്ടറി കണ്ണൂർ എന്നുള്ളത്, അതുപോലെ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഭൂരിപക്ഷവും കണ്ണൂർ എന്നുള്ളത്. അങ്ങനെ കണ്ണൂർ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ണൂരിൽ നടക്കുന്ന ഏത് ചെറിയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിഷയം വന്നാലും കേരളത്തിൽ വലിയൊരു ചർച്ചയാവും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നു. ജില്ലാ സമ്മേളനം നടന്നപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. കാരണം സമ്മേളനത്തിൻ്റെ സർവ്വ കാര്യങ്ങളും അദ്ദേഹം തന്നെ കയ്യിലെടുത്ത് കാര്യങ്ങൾ ചെയ്തു എന്നാണ് അറിയുന്നത്. അതൊന്ന്. രണ്ട്, അവിടെ ഈ ജയരാജന്മാരുടെ ഒരു രാഷ്ട്രീയമുണ്ട്, കണ്ണൂരിലെ രാഷ്ട്രീയം. അതെ, മൂന്ന് ജയരാജന്മാരുണ്ട്. അപ്പോൾ ഈ മൂന്നിലെ ജയരാജന്മാരുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം വിഷയമായിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജയരാജൻ്റെ രാഷ്ട്രീയമാണ്. ജയരാജന് ഈ അടുത്ത കാലത്തും ചില അഭിപ്രായങ്ങൾ രംഗത്ത് വന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജയരാജനെ ഇപ്പോൾ സെക്രട്ടറി ആക്കണം എന്നുള്ള അഭിപ്രായം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമ്മേളനത്തിൽ അങ്ങനെ ജയരാജൻ സെക്രട്ടറി ആക്കണമെന്ന് വലുതായിട്ട് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കേൾക്കുന്ന വിവരം. പക്ഷേ ജയരാജൻ ഇനി പാർട്ടി സെക്രട്ടറി ആകണ്ട, എനിക്ക് ഇനി അവിടെ പാർട്ടി സെക്രട്ടറി ആകണ്ട, ആരോഗ്യകരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, ആകണ്ട എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം നിർബന്ധിച്ച് വീണ്ടും അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആക്കിയെന്നാണ് കേൾക്കുന്നത്. ഈ വടകര ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളൊരൊറ്റ പേരിലാണ് ജയരാജനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി കൂടെ ഒക്കൂല എന്ന് പറഞ്ഞു. ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കിയിട്ട് അയാൾ മത്സരിച്ചപ്പോഴും അയാളെ പിന്നെ മാറ്റിയിട്ടില്ല. രണ്ടുപേരും തോറ്റിട്ടും ഒരാൾ തോറ്റപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തില്ല, ഒരാൾ തോറ്റപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു. അങ്ങനെ ജയരാജന്മാരുടെ രാഷ്ട്രീയത്തിൽ തന്നെ വൈവിധ്യമുണ്ട്, വിവേചനമുണ്ട്, പിന്നെ അങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ അറിയുന്നത് ജയരാജനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കുന്നതിന് വേണ്ടിയുള്ള ചില തീരുമാനങ്ങൾ, ജയരാജനെ സംസ്ഥാന കമ്മിറ്റി നീക്കുന്നതിനുള്ള അല്ലെങ്കിൽ ചില നടപടികൾ എടുക്കുന്നതിനുള്ള ഏകദേശം ഒരു ചർച്ച കണ്ണൂർ സമ്മേളനത്തിലുണ്ട്. പിണറായി വിജയൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഈ ജയരാജനെതിരെ വന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ സമ്മതിച്ചുകൊണ്ട്, അതിന് മറുപടി പറഞ്ഞ് ആ തരത്തിലാണ് മുന്നോട്ട് പോയത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ജയരാജന് വീണ്ടും ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് നടപടി ഉണ്ടായാൽ ഈ നടപടി എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലല്ല, തിരുത്തി വീണ്ടും കയറി വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കലാണെന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും ചില ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ജയരാജൻ എന്ന വലിയ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വടവൃക്ഷം പോലെ നിൽക്കുന്ന, ഒരു നട്ടല് പോലെ നിൽക്കുന്ന ആളിന് വീണ്ടും സ്ഥാന ചലനം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്താണ് നമ്മൾ ആ രാഷ്ട്രീയത്തിൽ? തീർച്ചയായിട്ടും അതിലൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പിണറായി വിജയന്റെ എല്ലാ കാലത്തെയും കണ്ണിലെ ഒരു കരടായിരുന്നു ജയരാജൻ. ഇത് അന്ന് എന്താണ് PG ആർമിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പിണറായി വിജയൻ എത്രമാത്രം അസഹിഷ്ണുവായി എന്നൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം മറ്റൊരാളെ പുകഴ്ത്തുന്നത്, അത് VS ആയിരുന്നപ്പോൾ പോലും മറ്റൊരാളെ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതി കൊണ്ടും അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കൊണ്ടും ഒക്കെ ആയിരിക്കാം ഈ അണികൾ അവരോട് ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നത്. അണികളായാലും ജനങ്ങളായാലും ഈ ആദരവും ബഹുമാനവും ഒന്നും ചോദിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടെ ഇദ്ദേഹം ചോദിച്ചു വാങ്ങിക്കുകയാണല്ലോ, ബലമായി ഭീഷണിപ്പെടുത്തിയാണ് വാങ്ങിക്കുന്നത് ബഹുമാനം. അല്ല, ജയരാജനെതിരായിട്ടൊരു ഒരു ഗാനം വന്നു എന്നുള്ള ഒറ്റ പേരിലാണ് അദ്ദേഹത്തിനെ പിന്നെ ഡീപ്രൊമോട്ട് ചെയ്യുന്നത്. അതെ, ഒന്ന് ആലോചിച്ചു. ഈ മണ്ടന്മാരായ മരക്കിഴങ്ങന്മാരായ ഈ മണ്ണുണ്ണികളായ അണികൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ജയരാജനെതിരെ ഒരു പാട്ടെഴുതി എന്ന് പറഞ്ഞിട്ടാണ്, എന്നിട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കാരണഭൂതം, അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? കാരണഭൂതം എന്നുള്ള ഒരു പേര് വീണു. അത് ഇപ്പൊ അടുത്തൊരു ഞങ്ങളുടെ നാട്ടുകാരനെ പോത്തൂർ ചിത്രസേന എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, അത് അദ്ദേഹം എന്തിനാ ചേട്ടാ പറയാനിരിക്കും? എന്റെ നാട്ടുകാരനല്ലേ, ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ആ നാട്ടുകാരനാണ്. എന്തോന്ന് അദ്ദേഹത്തിന് ഇപ്പം സ്ഥാനക്കയറ്റം കിട്ടി, റിട്ടയർ ആയതിനു ശേഷം പോരെ, അതിനപ്പുറം എന്തിനു വേണം? അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് ചെയ്യുന്ന പറയാം. പക്ഷെ അയാളിപ്പം വലിയ ഉദ്യോഗസ്ഥനായി. ഇതാണ് കേട്ടോ ഊത്തുകാരൻ എന്ന് പറഞ്ഞാൽ, കുഴലൂത്ത്. അതായത് ഈ എന്താണ് അധികാര സ്ഥാനത്തിരിക്കുന്നവരെ കുഴലൂത്തി പാടുക, അത് പാഴ്ത്തുന്നത് ഇതാണ്. പക്ഷെ പണ്ട് രാജാക്കന്മാരുടെ കാലത്താണെങ്കിൽ ഞങ്ങൾ എതിർക്കും, അത് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കില്ല. കാരണം അതൊരു കുഴലൂത്താണെന്നൊക്കെ പറയും, അവരെ എതിർക്കും. ഇതൊരു രാജവാഴ്ചയെ കുഴലൂത്തുന്നവരെന്നൊക്കെ പറഞ്ഞ് വെറും വാഴ്ത്തുപാട്ടുകാരെന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലഘട്ടത്തിൽ അതൊക്കെ പറഞ്ഞു. അതാണ് അതായത് VS-നെ
കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞത് അയാൾക്ക് വിഗ്രഹാരാധന, അത് വ്യക്തി ആരാധന പാടില്ല. അയാൾ എന്തും പറയും. ഒന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും കപടനായ ഒരു മനുഷ്യനുണ്ടോ ഈ ലോകത്ത് തന്നെയുണ്ടോ? നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കള്ളം പറയുന്നവരാണ്. നമുക്കൊരു കപടന്മാരാണ് മനുഷ്യരെല്ലാവരും. അങ്ങനെ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ്. പക്ഷേ ഈ പിണറായി വിജയനെ പോലെ കപടനായ മറ്റൊരു മനുഷ്യനുണ്ടോ? ഒരു പാട്ട് എഴുതിയപ്പോൾ ഈ പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഒരു പാട്ട് എഴുതിയപ്പോൾ എത്രമാത്രം അസഹിഷ്ണുവായി പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ്. പിണറായി വിജയന് അനുകൂലമായിട്ട് കാരണഭൂതം എഴുതി, അത് കഴിഞ്ഞതാ ഇപ്പോൾ അന്ന് കളിയാക്കി കൊന്ന്, അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഇപ്പോൾ രണ്ടാമത് പാട്ട് എഴുതി. അപ്പോൾ ഇപ്പോൾ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഇത്രയും അധിക്ഷേപിച്ചതല്ലേ, കുറച്ച് ഇതുപോലെ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ ആരെങ്കിലും കഥകളിലെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു റീതിങ്കിങ് വരുമ്പോൾ തീർച്ചയായിട്ടും അന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ എല്ലാം ശരിയാവും എന്നുള്ളത്. നമ്മൾ പറഞ്ഞത് ശരിയാവും നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് ചത്ത് മണ്ണടിഞ്ഞതിന് ശേഷം ഈ നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അടുത്തെന്തായാലും പി ജയരാജന് ഒരു ചിട്ടി വീണു എന്നുള്ളതാണ്. അതെ അതെ അത് മാത്രമല്ല, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇയാളെ നമ്മൾ ഈ പാർട്ടിയിലുള്ളവർ തന്നെ, ഈ മുതിർന്ന നേതാക്കൾ പോലും ഇയാളെ പേടിക്കുന്നത് എന്തിനാണ്? അല്ല, അതെന്താ കണക്ക് ഇപ്പോഴത്തെ ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമ്മേളനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രതിനിധികളായിട്ട് വരുന്ന പാർട്ടി സമ്മേളനത്തിലെ പ്രതിനിധികളായിട്ട് വരുന്നവർക്ക് പാർട്ടി നേതാക്കന്മാരെ വിമർശിക്കാം, പാർട്ടി കുഴപ്പങ്ങളെക്കുറിച്ച് പറയാം. അതിന് വേണ്ടിയിട്ടാണ് സമ്മേളനം വിളിച്ചു വിട്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ആ നേതാക്കന്മാർ വേദിയിരിക്കുമ്പോൾ പറയും ചെയ്യും, നിങ്ങൾക്ക് എന്ത് വേണോ പറയാം, ഞങ്ങളിതാ ഇവിടെ ഇരിപ്പുണ്ട്, ഞങ്ങളെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാം എന്നൊക്കെ പറയും. പക്ഷെ പലരും പറയാറില്ല. കാരണം പറഞ്ഞു പോയാൽ പോക്കാണ് ചന്ദ്രശേഖരനെ പോലെയൊക്കെ ആവും എന്നുള്ളത് അറിയാം. എങ്കിൽ പോലും ഇപ്പം നേതാക്കൾ പല സമ്മേളനങ്ങളിലും അത്യാവശ്യം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാർട്ടി സഹാക്കൾ പ്രതിനിധികൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറയുന്ന ആക്ഷേപങ്ങൾക്കും പരാതികൾക്കും മറുപടി പറയുന്ന ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറി അത് കുറിച്ചു വെച്ച് ഓരോരുത്തർ പറഞ്ഞാൽ കൃത്യമായി കുറിച്ച് വെച്ചിട്ട് അത് ഏത് മേഖലയിൽ നിന്നാണ് വന്നവർ, ഏത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നോ ഏത് ഏരിയ കമ്മിറ്റിയാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് തന്നെ മറുപടി പറയും. പക്ഷേ ആ മറുപടി കഴിഞ്ഞ ശേഷം പിന്നെ സംസ്ഥാന സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഇതെല്ലാം കൂടെ കേട്ടിട്ട് അദ്ദേഹവും ഒരു പ്രസംഗം നടത്തുമ്പോൾ ഈ മറുപടിയാണ് ഇവർ പറഞ്ഞതിനും കൂടെ മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അത്രയും നടക്കുള്ളൂ. അതാണ് അതിൻ്റെ അവസാനം. പക്ഷെ ഇവിടെ സംഭവിച്ചത് ജില്ലാ സെക്രട്ടറിക്ക് വലിയ മറുപടി പറയേണ്ടി വന്നില്ല. സംസ്ഥാന സെക്രട്ടറിയും വെറുതെ ഒരു നോക്കുകുത്തിയെ പോലെ ഈ സമ്മേളനത്തിൽ, കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഇരിക്കേണ്ടി വന്നു. പിണറായി വിജയനാണ് മൊത്തം കാര്യങ്ങളും മറുപടി പറഞ്ഞതെന്നും എല്ലാവരുടെയും പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾക്ക് പറഞ്ഞതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ നടത്തിയത്. കാരണം കണ്ണൂരിലെ രാഷ്ട്രീയം എൻ്റെ കയ്യിലാണ് എന്ന്. കണ്ണൂരിലെ മാത്രമല്ലല്ലോ, കേരളത്തിലെ CPM മുഴുവൻ എൻ്റെ കയ്യിലാണ്. കമ്മ്യൂണിസ്റ്റ് മുഴുവൻ, പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയം LDF മുഴുവൻ അയാളുടെ കയ്യിലാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന മരുമകനെ ബേപ്പൂരിൽ നിർത്തി ജയിപ്പിച്ചതും 2 പണം വാരി വകുപ്പുകൾ കൊടുത്തതും മന്ത്രിയായി വാഴിച്ചതും ഒക്കെ അതുകൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല. ഒരു കാര്യത്തിലും പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ആളില്ല. കാരണം അതാണ് മനസ്സിലാക്കുന്നത്. മഹത്തായ ഒരു പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇന്നത്തെ അല്ല പണ്ടത്തെ പ്രസ്ഥാനം. ഈ മഹത്തായ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ പറയുന്ന അന്നത്തെ സഖാക്കന്മാർ, മൺമറഞ്ഞു പോയ പല സഖാക്കന്മാരും അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയെടുത്ത ഈ ഒരു പ്രസ്ഥാനത്തെ എത്രമാത്രം അവരോടുള്ള ഒരു ആദരവോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തോടുള്ള കൂറോ പോലും ഇല്ലാതെയാണ് ഇയാൾ ഇങ്ങനെ. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇതാണെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടി അത് ഓരോ കാലഘട്ടത്തിലും ഞാൻ പലപ്പോഴും പറഞ്ഞ ഓരോ സംഭവങ്ങൾ നടക്കാൻ ഈ പാർട്ടിയുടെ നാശത്തിന് ഒരു കാരണം വേണം. ഈ പറയും പോലെ കാരണഭൂതൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാരണം വേണം. ആ കാരണം ഇതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം അത് തന്നെയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ വകരെ യുവമാർ തമ്മിലടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. പിണറായി ജയരാജനെ വെട്ടുമ്പം ജയരാജൻ തിരിച്ചു വെട്ടണം. പി ജയരാജൻ വെറുതെ ജയരാജനെ പാവം, അദ്ദേഹം ഈ പി ജയരാജൻ ഒരു ശുദ്ധനാണ്, ആള് ശുദ്ധനാണ്. ചുമ്മാ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പല വിട്ടിത്തങ്ങളും ആയിപ്പോകുന്നത്? എന്തുകൊണ്ടാണ്? അയാളൊരു ശുദ്ധനായതുകൊണ്ടാണ്. പിന്നെ അയാൾക്ക് ആകെ ഒരു ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റം പറയാനും പറ്റില്ല. അതുപോലെ എം പി ജയരാജനും വളരെ ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ പി ജയരാജൻ രീതി അതല്ല.
അത് പോട്ടെ, അതിനെക്കുറിച്ച് ഒന്നും പറയുന്ന ഞാൻ ആളല്ല. പക്ഷേ എങ്കിൽ പോലും ഇതൊന്നും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബ സ്വത്തെന്ന പോലെ ഒരു വലിയ പ്രസ്ഥാനം മാറുമ്പോൾ അത് ഈ ഒരുപാട് പേരുടെ, അത് ഈ പറയുന്ന ഇവരുടെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ ആരുടെയും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല, ഒരുപാട് സഖാക്കന്മാരുടെ ജീവനും ജീവിതവും ഒക്കെ ചോരയും ഒക്കെ കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് കാണുന്ന നിലയിലെത്തിയത്. ആ പ്രസ്ഥാനത്തെയാണ് ഇത്തരത്തിൽ തകർത്തെറിയുന്നതെന്ന് കൂടി അതിപ്പോ ആ സമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ വേറൊരു കാര്യം പറഞ്ഞു. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകയേ വേണ്ടൂ എന്ന് ആധ്യാത്മിക രാമായണത്തിൽ പറയുന്ന വാക്കുകൾ അദ്ദേഹം എന്ന് പറഞ്ഞു. അത് അല്ലല്ല, അദ്ദേഹം ആ തരത്തിലല്ല പറഞ്ഞ് താൻ ചെയ്യുന്നതിന് താൻ അനുഭവിക്കണമെന്നേ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ആധ്യാത്മരാമായണത്തിലെ വരികളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അതുകൊണ്ട് അതുപോലെയല്ല പറഞ്ഞു, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ഫലം അവരവരെ അനുഭവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് പറയാൻ കാരണം പി ദിവ്യ പറഞ്ഞത് മോശമാണ്, അത് പറഞ്ഞുകൊണ്ട് ദിവ്യക്കെതിരായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് പറഞ്ഞത്. അതുപോലെ തന്നെ പി ജയരാജൻ്റെ കാര്യത്തിലും അത് ഏകദേശം കൂട്ടിവെച്ച്. പക്ഷെ നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങൾ താൻ അനുഭവിക്കണമെന്ന് സ്വയം അദ്ദേഹം സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു കാലഘട്ടമാണ് വരാറ്. അത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കർമ്മഫലം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പ്രപഞ്ച സത്യമാണത്. ഈ കർമ്മഫലം അനുഭവിക്കാതെ നമുക്ക് ഈ ഭൂമി വിട്ടു പോകാൻ കഴിയില്ല. ഇനി അങ്ങനെ പോയാൽ അനുഭവിക്കാൻ പോകുന്നത് അതെ. അതായത് ഇനി അങ്ങനെ ഭൂമി വിട്ട് ഒരു പടുമരണം ഉണ്ടായാൽ പോലും നമ്മുടെ പിൽക്കാലങ്ങൾ അനുഭവിച്ചേ മതിയാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയാം. പക്ഷെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. കാരണം ഒരുപാട് പേരുടെ ജീവിതം ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അറിവുണ്ട്, ഒരുപാട് അനുഭവം എടുത്ത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അവര് പോകും ചിലപ്പോൾ അവരുടെ പിന്തലമുറയാണ് കിടന്ന് അനുഭവിച്ച് ചീട്ട് വാങ്ങിക്കുന്ന കേട്ടിട്ടുണ്ട്. അനുഭവിച്ച് ചീട്ട് വാങ്ങിക്കുന്ന ഇതുണ്ടെങ്കിലേ ഒന്നും വരൂല, പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണ്. പക്ഷെ അതൊക്കെ മാറും, അതൊന്നും കാണൂല, ഇതൊക്കെ ടപാന്നൊക്കെ പോകും. അല്ല, ഇത് ചേട്ടാ പൈസ ഉണ്ടെന്ന് വെച്ചോ, കോടികളുണ്ട്, എന്ത് ചെയ്യാൻ? അതുകൊണ്ടെന്താ ഞാൻ ചോദിച്ചോട്ടെ, ഇവന്റെ അണ്ണാക്കിൽ എന്തെങ്കിലും ഒരു ക്യാൻസർ പോലത്തെ നമ്മളൊന്നും വേണ്ട, RCCയിൽ ചെന്ന് നിന്നാൽ മതി. RCCയിൽ ചെന്ന് നിൽക്കുമ്പം വലിയ പമ്പന്മാർ, വലിയ കോടീശ്വരന്മാർ വരുമ്പോൾ കാണാം ഇവിടെ തുളയിട്ട് പിന്നെ എന്താണ് ക്യാൻസർ ആക്കുന്നത്, ഈ തുളയൊക്കെ ഇട്ട് കുടിവെള്ളം ഇറക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചിട്ടെ, വെട്ടിപ്പിടിച്ചും മറ്റുള്ളവനെ കൊന്നു തള്ളിയും അവനെ ദ്രോഹിച്ചും അവൻ്റെ കിടപ്പാടം തട്ടിപ്പറിച്ചും ഒക്കെ ഉണ്ടാക്കിയ ഈ കോടികൾ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം താഴേക്ക് ഇറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് കാര്യം? വിട്ടികളെന്നേ ഞാൻ പറയുള്ളൂ. ഈ പണം സമ്പാദിച്ചിരിക്കണവന്മാരെല്ലാം വിട്ടികളാണ്. നമുക്ക് അത്യാവശ്യത്തിന് നമുക്കുള്ള നമുക്ക് ഒരു ജീവിത സാഹചര്യം, ഭക്ഷണം, കിടപ്പാടം, വസ്ത്രം, പിന്നെ നമ്മൾ യാത്ര ചെയ്യാൻ ഒരു വാഹനം, പിന്നെ നമ്മൾ ഒരു 10-20 ഒരു മാസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖം വന്ന് കിടപ്പിലായി പോയാൽ നമ്മൾ ആരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാതെ ഇരിക്കാനുള്ള ഒരു ചെറിയ സമ്പാദ്യം. പിന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് ഇൻഷുറൻസ് പോലുള്ളതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൽ നിന്ന് മാസാമാസം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മോദി സർക്കാർ 70 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഇൻഷുറൻസ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു എനിക്ക് തോന്നുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം വന്നതിന് ശേഷം ഏറ്റവും വലിയ വിപ്ലവം ഞാൻ വിലയിരുത്തുന്നത്, ബാക്കി എങ്ങനെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവ പദ്ധതിയാണ് 70 വയസ്സായ ആർക്കും സൗജന്യ 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസ്. ഒരു പ്രീമിയം അടയ്ക്കേണ്ട, സാമ്പത്തികം ഇല്ല, ജാതി മത വ്യത്യാസമില്ല, ഇന്ത്യക്കാരനായ ആർക്കും ആണ് വേണ്ട വ്യത്യാസമില്ല, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട, ഒന്നും വേണ്ട. സത്യം പറഞ്ഞ ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്, സംശയമൊന്നും വേണം. അത് തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പോകുമ്പോൾ ഈ മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? 1 രൂപ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ ഇത് എത്രയായാലും നമ്മൾ ഈ പഠിക്കില്ലെന്ന ആൾക്കാർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിരി വരികയാണ് കേട്ടോ. മറ്റുള്ളവരെ ദ്രോഹിച്ചും മറ്റുള്ളവന്റെ കുതികാല് വെട്ടിയും അവന്റെ കിടപ്പാടം തട്ടിപ്പറിച്ചും ഈ പലിശയ്ക്ക് ഒരു അമിത പലിശയ്ക്ക് കൊടുത്തും പിന്നെ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവനും മറ്റുള്ളവന് ആരാൻ കൊടുത്ത് അതിന്റെ കമ്മീഷൻ അടിച്ച് കമ്പനിയുടെ പേരിൽ സ്വർണ്ണക്കടത്ത് നടത്തിയും മാസപ്പടി വാങ്ങിക്കുകയൊക്കെ ചെയ്യണവന്മാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒരു ഇത്രയും പമ്പര വിട്ടികൾ ലോകത്തുണ്ടെന്നുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ ഈ ഉള്ളത്, നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് നമുക്ക് ഈ തീരെ നിവൃത്തി, ഇന്നത്തെ കാലത്ത് ആരും സഹായിക്കാനും പാടില്ല കേട്ടോ, അത് പണമാണ്. എന്നാൽ പോലും ഈ നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണിച്ചു തരുന്ന ചില കാഴ്ചകളുണ്ട്. അതായത് ഒരു സഹായം 100% അർഹതപ്പെട്ടവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ
വീതിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പം ഞാൻ ചോട്ടെ, ഒരു കിടപ്പാടം ഇല്ലാതെ കിടക്കുന്ന കിടപ്പാടമില്ല, ആ കിടപ്പാടം ഇല്ലാതെ കിടക്കുന്നവന് ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് വെച്ച് കൊടുത്തു, നമ്മൾ ഈ കുറേ പൈസ കൊണ്ട് ബാങ്കിൽ ഇട്ടൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ കിട്ടി, ഇപ്പോൾ കുറച്ച് വസ്തു വാങ്ങിക്കാം, ആ വസ്തു വാങ്ങിച്ചിട്ടു, എനിക്ക് ഈ വസ്തു വാങ്ങിച്ചിട്ടു, ഈ പൈസ കൊണ്ട് ഈ പറയുന്ന അർഹതപ്പെട്ട ഒരു പിന്നെ ആളിനെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കി കൊടുത്താൽ ഒന്ന് ആലോചിക്കണം, അവർക്ക് എന്തുമാത്രം സന്തോഷം. അതിന് പകരം നമ്മൾ ഒരു 5 സെന്റോ 10 സെന്റോ വാങ്ങിച്ചിടുന്നു, ഇത് അവിടെ കിടന്ന് എന്തെങ്കിലും ഗുണമുണ്ടോ? അവസരം നമ്മളെ കാലം കഴിയുമ്പോൾ മക്കളെ തമ്മിൽ അടിക്കും. അല്ല, മക്കളായിക്കോട്ടെ, ഇതെന്തൊരു ഈ മക്കളെ കഷ്ടത്ത് വെച്ചോണ്ട് പോവോ? അതേ അവരെ അടിച്ച് ബഹളമായ ഒരുത്ത വിറ്റ് തൊലയ്ക്കും ഒക്കെ സംഭവിക്കും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും തിന്നണം, പിന്നെ സത്യം എന്തെന്നറിയാം, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഈ പറയുന്നത് കുറേ പുസ്തകം കിട്ടണമെങ്കിൽ കുറേ പുസ്തകം വാങ്ങിക്കും. സിനിമ കാണാൻ പോലുള്ള സമയം കിട്ടുന്നില്ല, അത്യാവശ്യത്തിന് ഉള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ വാടക വീടാണെങ്കിലും ശരി, വാടക കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെ വലിയ കാര്യമാണ്. വാടക കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, എന്നാൽ പോലും വണ്ടിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ സംതൃപ്തനാണ്. പിന്നെ വല്ലപ്പോഴും ഒരു ബീർ കഴിക്കണം, അത് ഇപ്പോൾ പറഞ്ഞില്ല ഒരു ഇതുമില്ല, അതെല്ലാവരും ചെയ്യണല്ലേ. ഒരു ബീർ കഴിക്കണം, ഇതിൽ കവിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഞാൻ സംതൃപ്തനാണ്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ആരുടെ പറയാ, ഒരു കാര്യമില്ല ചേട്ടാ. ചായ കുടിക്കാൻ പോ. ശരി, നാളെ കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.